രാഷ്ട്രീയ വോട്ടുകളുടെ കണക്കിൽ നിലമ്പൂരിൽ UDF-ന് മേൽക്കൈയുണ്ട്. ആ കണക്ക് തെറ്റിക്കാനാണ് വീണ്ടും സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പരീക്ഷിക്കാൻ CPM ആലോചിക്കുന്നത്. പാലക്കാട് ഉണ്ടായതുപോലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം കോൺഗ്രസിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടായാൽ അത് മുതലാക്കാനുള്ള കണ്ണും CPM-നുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൃത്യമായ തിളക്കമുള്ള രാഷ്ട്രീയ നിലപാടുകൾ വെച്ചുകൊണ്ടും ഈ ഗവൺമെൻറ്റിൻ്റെ മൂന്നാം ടേമിലേക്കുള്ള യാത്രയിൽ കുറിക്കത്തക്ക രീതിയിൽ ഒരു മുന്നേറ്റം തന്നെ സൃഷ്ടിക്കാൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് സാധിക്കും. മലപ്പുറം ജില്ല രൂപീകരിച്ചതിന് ശേഷം അരിവാൾ ചുറ്റിക ചിഹ്നത്തിൽ മത്സരിച്ച ആരും ഇന്നുവരെ നിലമ്പൂരിൽ നിന്നും നിയമസഭ കണ്ടിട്ടില്ല. 1967-ൽ K. കുഞ്ഞാലിയാണ് CPM ചിഹ്നത്തിൽ ഒടുവിൽ മത്സരിച്ച് ജയിച്ചത്, ജില്ല രൂപീകരിക്കുന്നതിന് മുമ്പ്. 2016-ൽ PV അൻവർ എന്ന സ്വതന്ത്രനിലൂടെ മണ്ഡലം ഇടതുപക്ഷം തിരിച്ചുപിടിച്ചു. അതേ തന്ത്രം തന്നെ പയറ്റാനാണ് ഇപ്പോഴത്തെ നീക്കം. സ്വന്തം നിലയിൽ വിജയിക്കാനാവില്ലെന്ന തിരിച്ചറിവിലാണ് പൊതു സ്വതന്ത്രരെ പാർട്ടി തേടുന്നത്. ആര്യാടൻ മുഹമ്മദിനെതിരെ 2 തവണ മത്സരിച്ച M. തോമസ് മാത്യു, മുൻ ഇന്ത്യൻ ഫുട്ബോൾ ക്യാപ്റ്റനും സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റുമായ U. ഷറഫ് അലി തുടങ്ങിയ പേരുകളാണ് പ്രചരിക്കുന്നത്. പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും തീരുമാനമെടുക്കുകയും ഏറ്റവും ഉചിതമായി ഉള്ള ഒരു സ്ഥാനാർത്ഥിയെ അവിടെ തീരുമാനിക്കുകയും ആ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായ ഒരുക്കങ്ങൾ അവിടെ ഒരുങ്ങിക്കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപേ CPM കുടുംബസംഗമവും പ്രാദേശിക പരിപാടികളുമായി മുന്നേറിക്കഴിഞ്ഞു. LDF സർക്കാരിൻ്റെ ഭരണനേട്ടം ഓരോ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരും ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുക, അത് തുടരും. CPM സമ്മേളനങ്ങൾക്ക് പിന്നാലെ എത്തുന്ന തിരഞ്ഞെടുപ്പിൽ സംഘടനയുടെ കെട്ടുറപ്പാണ് തികഞ്ഞ ആത്മവിശ്വാസം. മൂന്നാം ഭരണം സ്വപ്നം കാണുന്ന LDF-ന് നിലമ്പൂരിലെ വിജയം 2026-ലെ വൻ പോരാട്ടത്തിന് മുൻപുള്ള സെമി ഫൈനലാണ്. ഒപ്പം പാർട്ടിയെ മുന്നണിയെയും ചതിച്ച അൻവറിനുള്ള മറുപടിയും. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.